അതിരൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ വഖഫ് നിയമ ഭേദഗതി നടപ്പിലാക്കുക, കൃഷിഭൂമികൾ ESA പരിധിയിൽ ഉൾപ്പെടുത്തുവാനുള്ള നീക്കം ഉപേക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോട്ടയം ഗാന്ധി പ്രതിമയ്ക്ക് സമീപം സംഘടിപ്പിച്ച പ്രതിഷേധ സായാഹ്നത്തിലാണ് കത്തോലിക്ക കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കിയത്. പൊതുജനത്തിന് ഹിതകരമല്ലാത്ത ചില പ്രശ്നങ്ങളിൽ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും നിശബ്ദരാകുന്നതിലൂടെ തങ്ങളുടെ പ്രവർത്തന മേഖലയ്ക്കും നിലനിൽപ്പിനും കോട്ടം തട്ടില്ല എന്നതാണ് വിചാരിക്കുന്നതെങ്കിൽ പൊതുസമൂഹം വലിയ അപകടത്തിൽ ചെന്ന് പതിക്കുമെന്നും കത്തോലിക്ക കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി. 1954 ആദ്യ വഖഫ് നിയമം പാസ്സാവുകയും വഖഫ് ബോർഡുകൾക്ക് കൂടുതൽ അധികാരം നൽകുന്ന തരത്തിൽ 1995 കൂട്ടിച്ചേർക്കലുകളും തുടർന്ന് 2013 ഭേദഗതി വരുത്തിയപ്പോഴും കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സ്വത്തുവകകൾ കൈവശം വയ്ക്കാൻ ബോർഡിന് പരിധിയില്ലാത്ത അധികാരം നൽകിയിട്ടുണ്ട്. ഈ നിയമത്തിന്റെ പിൻബലത്തിൽ മുനമ്പത്ത് 600ഓളം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ കുടിയിറക്കുവാനുള്ള ശ്രമം തികച്ചും അപലപനീയമാണെന്നും സമ്മേളനം ചൂണ്ടിക്കാട്ടി. കേന്ദ്ര സർക്കാർ ഈ നിയമത്തിൽ ഭേദഗതി വരുത്തുവാൻ തയ്യാറാകുമ്പോൾ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതിന് അനുഗുണമായി ചിന്തിക്കുവാൻ തയ്യാറാകണമെന്നും യോഗം ഓർമ്മപ്പെടുത്തി. കേന്ദ്ര മാനദണ്ഡപ്രകാരം ചതുരശ്ര കിലോമീറ്ററിൽ 100-ൽ കൂടുതൽ ജനസംഖ്യയുള്ളതും 20% താഴെ വനഭൂമിയുള്ളതുമായ വില്ലേജുകൾ ESAയിൽ ഉൾപ്പെടുകയില്ല എന്നതിനാൽ 6ാം ESA കരട് വിജ്ഞാപനത്തിലെ ഇത്തരം വില്ലേജുകളെ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കുകയും അല്ലാത്ത വില്ലേജുകളിലെ വനഭൂമി സർവേ നമ്പർ അടിസ്ഥാനത്തിൽ കണ്ടെത്തി ESA വില്ലേജായി പുനഃക്രമീകരണം നടത്തി അവ കേന്ദ്രത്തിന് സമർപ്പിക്കുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും കത്തോലിക്ക കോൺഗ്രസ് ചങ്ങനാശ്ശേരി അതിരൂപതാ കമ്മിറ്റി പ്രതിഷേധ സായാഹ്നത്തിൽ ആവശ്യപ്പെട്ടു. പമ്പാവലി, തുലാപ്പള്ളി മേഖലകളിൽ കുടിയിറക്ക ഭീഷണി നേരിടുന്ന കർഷകർക്കും പ്രദേശവാസികൾക്കും അടിയന്തരമായി സർക്കാർ സംരക്ഷണം നൽകണമെന്നും നിഷ്ക്രിയത്വം വെടിഞ്ഞ് വിവിധ സർക്കാർ ഏജൻസികൾ സജീവമായി ഇടപെടണമെന്നും സംഘടന പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കത്തോലിക്ക കോൺഗ്രസ് കോട്ടയം ഗാന്ധി സ്ക്വയറിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സായാഹ്നത്തിൽ അതിരൂപതാ പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യൻ പടിഞ്ഞാറേ വീട്ടിൽ അധ്യക്ഷത വഹിച്ചു. അതിരൂപതാ ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ ചാമക്കാല ഉദ്ഘാടനം ചെയ്തു. മുൻ അതിരൂപതാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ജോസഫ് വിഷയാവതരണം പ്രസംഗം നടത്തി. ജനറൽ സെക്രട്ടറി ബിനു ഡൊമിനിക് നടുവിലിയേഴം, ട്രഷറർ ജോസഫ് ജോൺ വെങ്ങാന്തറ, ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് രാജേഷ് ജോൺ, ഗ്ലോബൽ സെക്രട്ടറി ജേക്കബ് നിക്കോളസ്, അതിരൂപതാ വൈസ് പ്രസിഡന്റുമാരായ ജോർജ് കുട്ടി മുക്കത്ത്, റോസ്ലിൻ കുരുവിള, അതിരൂപതാ സെക്രട്ടറിമാരായ ജിനോ ജോസഫ് കളത്തിൽ എന്നിവർ പ്രസംഗിച്ചു.